നീറ്റ് പരീക്ഷാ തട്ടിപ്പിലും ഡൽഹിയിൽ വിദ്യാർത്ഥികൾക്ക് നേരെ പോലീസ് നടത്തിയ ക്രൂരമായ അടിച്ചമർത്തലിലും പ്രതിഷേധിച്ച് രാജ്യതലസ്ഥാനത്ത് സമരം കൊടുമ്പിരി കൊള്ളുന്നു. പ്രതിസന്ധി പരിഹരിക്കാൻ കേന്ദ്ര സർക്കാർ മുന്നോട്ടുവെച്ച സമവായ നീക്കങ്ങൾ പ്രതിപക്ഷവും കോക്രോച്ച് ജനതാ പാർട്ടിയും തള്ളി. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാതെ യാതൊരുവിധ ചർച്ചകൾക്കുമില്ലെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുന ഖർഗെ വ്യക്തമാക്കിയപ്പോൾ ജെ.പി. നദ്ദയുടെ ചർച്ചാ ക്ഷണം CJP നേതൃത്വവും നിരസിച്ചു. ആരുടെയും ഓഫീസിലേക്കോ വീട്ടിലേക്കോ ചർച്ചയ്ക്ക് പോകില്ലെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന് CJP വക്താക്കൾ വ്യക്തമാക്കി. കഴിഞ്ഞ തവണ ചർച്ചയ്ക്ക് പോയ സമയത്താണ് പോലീസ് സമരക്കാരെ ക്രൂരമായി ആക്രമിച്ചതെന്നും അത് ആവർത്തിക്കാൻ അനുവദിക്കില്ലെന്നും CJP നേതാവ് സൗരവ് ദാസ് പറഞ്ഞു. കോൺസ്റ്റിറ്റ്യൂഷണൽ ക്ലബ്ബ് പോലെയുള്ള നിഷ്പക്ഷമായ വേദി നിർദ്ദേശിച്ചെങ്കിലും കേന്ദ്രം അതിന് തയ്യാറായിട്ടില്ല. മന്ത്രിസ്ഥാനത്ത് ധർമ്മേന്ദ്ര പ്രധാൻ തുടരുമ്പോൾ ചർച്ചയ്ക്കൊരു പ്രസക്തിയുമില്ല എന്ന നിലപാടിലാണ് ഇന്ത്യ മുന്നണി. പാർലമെന്റിന് മുന്നിൽ പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെയും യുവജനങ്ങളെയും പോലീസ് തല്ലിച്ചതച്ച സംഭവത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉടൻ പ്രസ്താവന നടത്തണമെന്ന് സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവ് ആവശ്യപ്പെട്ടു. ചൊവ്വാഴ്ച പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പ്രതിഷേധിച്ചതിനെ തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയവരിൽ അഖിലേഷും ഉൾപ്പെട്ടിരുന്നു. വിദ്യാർത്ഥികളെ പോലീസ് അതിക്രൂരമായി മർദ്ദിച്ചു. പെൺകുട്ടികളുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു. കുട്ടികൾക്ക് നേരെ ലാത്തിച്ചാർജ് നടത്തി. ചോരയൊലിപ്പിച്ചാണ് അവർ തെരുവിലൂടെ നടന്നത്. സ്വന്തം മക്കളായിരുന്നെങ്കിൽ ആ പെൺകുട്ടികളുടെ വസ്ത്രം ഇങ്ങനെ വലിച്ചു കീറുമായിരുന്നു. പാർലമെന്റിന് പുറത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുന്ന പ്രധാനമന്ത്രിക്ക് എന്തുകൊണ്ട് സഭയ്ക്കുള്ളിൽ പ്രതികരിക്കാൻ കഴിയുന്നില്ല എന്നാണ് അഖിലേഷ് യാദവ് ചോദിച്ചത്. ധർമ്മേന്ദ്ര പ്രധാനെ പുറത്താക്കും വരെ ഒരടി പിന്നോട്ടില്ലെന്ന് പ്രഖ്യാപിച്ച ആയിരക്കണക്കിന് CJP പ്രവർത്തകരാണ് ഇന്നും തലസ്ഥാനത്തേക്ക് ഒഴുകിയെത്തുന്നത്. ജന്തർ മന്ദിർ പിന്നിട്ട് പാർലമെന്റ് സ്ട്രീറ്റും ജൻപഥും വരെ പ്രതിഷേധക്കാർ കൈയടക്കി. ജൻപഥ റോഡിൽ പോലീസും പ്രക്ഷോഭകരും നേർക്കുനേർ നിൽക്കുകയാണ്. പ്രതിഷേധം പടർന്നു തടയാൻ 16 മെട്രോ സ്റ്റേഷനുകളാണ് അടച്ചിരിക്കുന്നത്. ബംഗാളിൽ നിന്നും 20 കമ്പനിയെ CRPF-നെ ഉടൻ ഡൽഹിയിൽ വിന്യസിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. ഇന്നലെ ശ്രദ്ധ മുഴുവൻ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലെ കോൺഗ്രസ് പ്രതിഷേധത്തിലായപ്പോൾ കൊനാറ്റ് പ്ലേസിൽ പോലീസും ദ്രുതകർമ്മസേനയും പ്രതിഷേധക്കാരുമായി രാത്രി വൈകിയും ഏറ്റുമുട്ടി. ജന്തർ മന്ദിറിന് പുറത്ത് അക്രമങ്ങൾ അഴിച്ചുവിടുന്നത് ഗുണ്ടകളാണെന്നും എല്ലാവരും ജന്തർ മന്ദിറിലെത്തി സമാധാനപരമായി പ്രതിഷേധിക്കണമെന്നും CJP സ്ഥാപകൻ അഭിജിത് ദീപ്കെ പറഞ്ഞു. പാർലമെന്റ് മാർച്ച് വെറുമൊരു ടീസർ മാത്രമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതിനിടെ പോലീസ് നടപടിക്കെതിരായ ഹർജി അടിയന്തരമായി ലിസ്റ്റ് ചെയ്യാൻ സുപ്രീം കോടതി വിസമ്മതിച്ചു. അതിക്രമത്തിന്റെ ദൃശ്യങ്ങൾ കൈവശമുണ്ടെന്ന് ഹർജിക്കാരൻ അറിയിച്ചെങ്കിലും ദൃശ്യങ്ങൾ കാണാൻ താല്പര്യവും സമയവുമില്ലെന്ന് ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നിലപാടെടുത്തു. തൊഴിലില്ലാത്ത ചിലർ പാച്ചകളെ പോലെയാണെന്ന ചീഫ് ജസ്റ്റിസിന്റെ മുൻപത്തെ പരാമർശമാണ് കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രൂപീകരണത്തിന് തന്നെ വഴിവെച്ചിരുന്നത്. മറുവശത്ത് പ്രക്ഷോഭം കൊടുമ്പിരി കൊള്ളുമ്പോൾ ബർഗർ കഴിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ വക്താവ് വിജയേന്ദ്ര ദഹിയയെ CJP സ്ഥാനത്തുനിന്നും പുറത്താക്കി. പ്രതിപക്ഷ പ്രതിഷേധവും ജനരോഷവും ശക്തമായതോടെ നീറ്റ് ക്രമക്കേടിൽ പാർലമെന്റിൽ എപ്പോൾ വേണമെങ്കിലും ചർച്ച നടത്താൻ സന്നദ്ധമാണെന്ന് ലോക്സഭാ സ്പീക്കർ ഓം ബിർളയും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും അറിയിച്ചെങ്കിലും വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജിയില്ലാതെ പിന്നോട്ടില്ലെന്ന നിലപാടിലാണ് പ്രതിപക്ഷം.